സനാതന ധർമ്മ ഇതിഹാസങ്ങളുടെ ആത്മാവിൽ പതിഞ്ഞ ഒരു കഥയുമായാണ് ഇന്ന് SD ടീം നിങ്ങൾക്ക് മുൻപിലേക്ക് എത്തുന്നത്. ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിന് മുൻപിൽ അജ്ഞാനത്തിൻ്റെ അന്ധകാരം കീഴടങ്ങിയ പരിവർത്തനത്തിൻ്റെ കഥ. ലൗകിക മോഹങ്ങളുടെ നീരാളിപ്പിടുത്തത്തിൽ കുടുങ്ങിയ കൊള്ളക്കാരനായ രത്നാകരൻ്റെ യാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ തയ്യാറെടുക്കുക. നിഷ്ഠൂരനായ കൊള്ളക്കാരനിൽ നിന്നും ബ്രഹ്മജ്ഞാനിയായ ആദികവിയായ രാമായണമെന്ന അമൃതത്തെ ലോകത്തിന് നൽകിയ വാൽമീകിയിലേക്കുള്ള യാത്രയുടെ കഥ. ഈ പരിവർത്തനത്തിൻ്റെ മാന്ത്രികതയിൽ മുഴുകുക. ദുർബലമായ മനുഷ്യ മനസ്സിൻ്റെ കാമനകൾക്കപ്പുറം വാൽമീകിയായി നമുക്ക് സ്വയം ഉദ്ധരിക്കാൻ കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. തന്നോട് ഞാൻ പറഞ്ഞതാ നമുക്ക് നേരത്തെ ഇറങ്ങാമെന്ന്. സന്ധ്യ ആവുന്നു. ഈ തടവനത്തിൽ നിന്നും ജീവനോടെ പോകാൻ പറ്റും എന്ന് തോന്നുന്നില്ല. ഇങ്ങനെ ഭയക്കാതിരിക്കും. വന്യമൃഗങ്ങളെ നാം എത്ര കണ്ടിരിക്കുന്നു. എടോ, വന്യമൃഗങ്ങളെ എനിക്ക് ഭയമില്ല. കൊടും കൊള്ളക്കാരനും നിഷ്ഠൂരനുമായ രത്നാകരനെ കുറിച്ച് താൻ കേട്ടിട്ടില്ലേ? ആ രത്നാകരനും സംഘവും വേരിക്കുന്ന കാടാണിത്. അയ്യോ, അവന്റെ അതിക്രമങ്ങൾ ഞാൻ ഏറെ കേട്ടിട്ടുണ്ട്. വാ, നമുക്ക് വേഗം പോവാം. ജീവൻ വേണമെങ്കിൽ കയ്യിലില്ലെന്നെല്ലാം ഇവിടെ വെച്ച് തിരിഞ്ഞു നോക്കാതെ ഓടിക്കോ. അയ്യോ, ഞങ്ങളെ വെറുതെ വിടണേ. ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലേ? ഒന്നുമില്ലാതെ എന്താണ് ഈ പണ്ടത്തിൽ ഈ നാടന്റെ അടുത്ത് അഭ്യാസം എടുക്കുന്നു? അയ്യോ, എന്താണ് ഒന്നുമില്ലത്രേ. ഇന്നത്തെ വേട്ട മോശമില്ല. രത്നാവലി, രത്നാവലി. സ്വാമി, അങ്ങനെ വളരെ സന്തോഷത്തിലാണല്ലോ. ഇന്ന് കുറെ ധനം ലഭിച്ച ലക്ഷണമുണ്ട്. അതേ രത്നാവലി, ഞാൻ നിനക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. നീ ഏറെക്കാലമായി എന്നോട് ആവശ്യപ്പെട്ടിരുന്നൊരു സമ്മാനം. ഹായ്, നല്ല മുത്തുമാല. എനിക്കിത് നന്നായി ചേരും. എനിക്കിഷ്ടമായി. എന്നാലും ഞാൻ അങ്ങയോട് ചോദിച്ചത് ഒരു മരതകമാലയാണ്. അടുത്ത തവണ അത് കൊണ്ടുവരണേ. ഇനി മരതകമാല കൊണ്ടുവരുന്ന വ്യാപാരികളെ നോക്കി ഞാൻ അവഗണിക്കാം കേട്ടോ. നാരദ മഹർഷി, അങ്ങയുടെ ആഗമനത്താൽ ഞങ്ങളുടെ ഈ പർണശാല അത്യന്തം പവിത്രമായിരിക്കുന്നു. അങ്ങയെ പോലെയുള്ള മഹാത്മാക്കളുടെ സത്സംഗം ലഭിക്കാൻ അളവറ്റ ഭഗവത് അനുഗ്രഹം വേണം. എന്നാൽ അങ്ങ് ഇത്ര വേഗം പുറപ്പെടുകയാണ് എന്നുള്ളത് വേദനാജനകം തന്നെ. അങ്ങ് ഇന്ന് ഇവിടെ വിശ്രമിച്ച് നാളെ യാത്ര തുടർന്നാലും. ശാണ്ഡില്യ മഹർഷി, അങ്ങയുമായി ഭക്തിശാസ്ത്രത്തെക്കുറിച്ച് സംസാരിച്ച് സമയം പോയതറിഞ്ഞില്ല. ഇന്ന് തന്നെ നമുക്ക് പോവേണ്ടതുണ്ട്. നൈമിശാരണ്യത്തിൽ സനത്കുമാര മഹർഷിമാർ നമ്മെ കാത്തിരിക്കുന്നുണ്ട്. നൈമിശാരണ്യത്തിലേക്ക് അങ്ങേക്ക് ദണ്ഡകവനത്തിലൂടെ പോവേണ്ടതുണ്ട്.
ആ വനം കൊള്ളക്കാരനായ രത്നാകരന്റെയും കൂട്ടരുടെയും വിഹാര കേന്ദ്രമാണ്. അങ്ങ് ഇപ്പോൾ പുറപ്പെട്ടാൽ സന്ധ്യയാവും ദണ്ഡകവനത്തിൽ എത്തിച്ചേരാൻ. അങ്ങ് ഇന്നിവിടെ വിശ്രമിച്ച് നാളെ വെളുപ്പിന് പുറപ്പെട്ടാലും. നാരായണ നാരായണ, സർവസംഘപരിത്യാഗിയായ എന്റെ കയ്യിൽ നിന്നും രത്നാകരൻ എന്ത് അപഹരിക്കാൻ? എന്റെ കൈവശമുള്ള സമ്പത്ത് നാരായണ നാമം മാത്രമാണ്. ആ നാമം സന്തോഷത്തോടുകൂടി ഞാൻ അവന് നൽകാം. ഓം നമോ ഭഗവതേ വാസുദേവായ. 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 ഹേ സന്യാസി, ആരാണ് നീ? ഈ അസമയത്ത് രത്നാകരന്റെ സാമ്രാജ്യത്തിലേക്ക് വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? നാരായണ നാരായണ. ഹേ സന്യാസി, നിനക്ക് എന്നെ ഭയമില്ലെന്നോ? ആരാണ് നീ? ഈ ദേഹം നാരദൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അതിൽ ദേഹിയായ എനിക്ക് ഒന്നിനോടും ഭയമില്ല. നിനക്ക് എന്തിനോടെങ്കിലും ഭയമുണ്ടോ രത്നാകര? ഹ, എനിക്കോ ഭയമോ? എന്റെ മുൻപിൽ വന്നുപെട്ടാൽ മറ്റുള്ളവരാണ് തങ്ങളുടെ ജീവന് വേണ്ടി ഭയക്കുന്നത്. നാരദ, നിന്നെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. സരസമായ സംഭാഷണം കൊണ്ട് ദേവന്മാരെ പോലും മോഹിപ്പിക്കുന്ന ദേവർഷി. പക്ഷേ ഇന്ന് നീ ഒരു വലിയ തെറ്റ് ചെയ്തിരിക്കുന്നു. ഈ രത്നാകരനോട് വാദിക്കാൻ വന്നിരിക്കുന്നു. നാരായണ നാരായണ. രത്നാകര, നിനക്ക് ഒന്നിനോടും ഭയമില്ലെങ്കിൽ പിന്നെ ഈ കാട്ടിൽ എന്തിനാണ് ഒളിച്ചു താമസിക്കുന്നത്? എന്തിനാണ് മറഞ്ഞു നിന്ന് പാവങ്ങളെ തട്ടിപ്പറിച്ചും ഉപദ്രവിച്ചും ഒരു ഭീരുവിനെ പോലെ ഇവിടെ കഴിയുന്നത്? ഹേ നാരദ, നിന്റെ ആയുസ് തീർന്നത് കൊണ്ടാണ് നിനക്ക് രത്നാകരനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നിയത്. നിന്നെ ഞാനിതാ ഇവിടെ വെച്ച് വധിക്കാൻ പോകുന്നു. നാരായണ നാരായണ. നിനക്കെന്നെ വധിക്കാം രത്നാകര. എന്നാൽ എന്റെ ചോദ്യത്തിന് ഉത്തരം തന്നതിന് ശേഷം വധിക്കൂ. ഉത്തരം ഞാൻ തന്നെ പറയാം. നീ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ എണ്ണമറ്റതാണ്. പുറമേക്ക് നീ ധീരൻ എന്ന് നടിക്കുന്നുണ്ടെങ്കിലും നിന്റെ ഉള്ളം അങ്ങേയറ്റം അസ്വസ്ഥമാണ്. ഈ പാപങ്ങളുടെ പരിണിത ഫലം ഓർത്ത് നീ സദാ ഭയത്തിൽ ജീവിക്കുന്നു. ഈ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ നിന്റെ മാത്രം ഉത്തരവാദിത്തമാണ് രത്നാകര. നീ ഇതിന്റെ ഭാരം എവിടെ കൊണ്ടുപോയി ഇറക്കി വെക്കും? നിന്റെ പ്രിയപ്പെട്ടവർ, നിന്റെ പത്നിയോ സന്താനങ്ങളോ നിന്റെ പാപത്തിൽ പങ്കാളികളാണോ? അവർ തീർച്ചയായും പങ്കാളികളാണ്. ഞാൻ ഈ പാപം ചെയ്യുന്നത് മുഴുവൻ അവർക്ക് വേണ്ടിയാണ്. നാരായണ നാരായണ. ഓ, അങ്ങനെയോ? എങ്കിൽ നീ അവരോട് പോയി ചോദിച്ചു വരൂ, നിന്റെ പാപത്തിൽ അവർ പങ്കാളികളാണോ എന്ന്. നിന്റെ അടവ് കൊള്ളാം നാരദ. സംഭാഷണം കൊണ്ട് ആളെ വില തെറ്റിക്കുന്ന വിദ്യ നിനക്ക് നല്ലവണ്ണം വശമുണ്ട്. ഇതുകൊണ്ടൊന്നും നീ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് കരുതേണ്ട. നീ ചോദിച്ച ചോദ്യമുണ്ടല്ലോ, അതിന് എന്റെ കുടുംബത്തിന്റെ ഉത്തരം എന്താവും എന്ന് എനിക്കറിയാം. ആ ഉത്തരവും കൊണ്ട് തിരിച്ചു വന്നിട്ട് നിന്നെ ഞാൻ വധിക്കും. ഞാൻ വരുന്നത് വരെ വിടരുത് ഇവനെ. എന്നെ എന്തെങ്കിലും പറഞ്ഞ് മയക്കാൻ നോക്കിയാൽ ചെവി കൊടുക്കരുത്. നാരായണ നാരായണ. പോയി വരൂ രത്നാകര, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. രത്നാവലി, രത്നാവലി, അങ്ങേക്കിത് എന്തു പറ്റി സ്വാമി? എന്താണ് ഇത്ര പരവശനായിരിക്കുന്നത്? സൈന്യമോ രാജകുടുംബാരോ അങ്ങേ അപായപ്പെടുത്തുവാൻ ശ്രമിച്ചുവോ? രത്നാവലി, എനിക്ക് ഇപ്പോൾ തന്നെ ഒരു കാര്യം അറിയണം. ഞാൻ ഈ ചെയ്തു കൂട്ടുന്ന പാപങ്ങളിൽ നീയും നമ്മുടെ പുത്രരും പങ്കാളികളല്ലേ? ആവൂ, ഞാൻ ആകെ ഭയന്നു പോയി സ്വാമി.
നമ്മൾ പിടിക്കപ്പെട്ടു എന്നാണ് ഞാൻ കരുതിയത്. ഞാൻ ചോദിച്ചതിന് ഉത്തരം തരൂ. ഇന്ന് എന്താ സംഭവിച്ചത്? അങ്ങ് മദ്യപിച്ചാണോ വന്നിരിക്കുന്നത്? ഇങ്ങനെയൊക്കെ ഇപ്പോൾ എന്തിനാ ചിന്തിക്കുന്നത്? ഉത്തരം തരൂ രത്നാവലി. സ്വാമി, അങ്ങേ വരിച്ചപ്പോ അങ്ങയുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കുചേരാം എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. എന്നാൽ അങ്ങയുടെ പാപങ്ങളിൽ ഞാൻ പങ്കാളിയല്ല. അങ്ങയുടെ പാപങ്ങൾ അങ്ങയുടേത് മാത്രമാണ്. ആ ഘോര പാപങ്ങളിൽ എനിക്കോ നമ്മുടെ മക്കൾക്കോ പങ്കില്ല. നാരായണ 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 നാരായണ. ആ, എത്ര നേരമായി രത്നാകര ഇവിടെ കാത്തിരിക്കുന്നു. നിന്റെ കൂട്ടാളികൾ തളർന്ന് അപ്പുറത്ത് കിടന്ന് ഉറക്കമായി. ഒരു ഉത്തരം കിട്ടാൻ ഇത്ര നേരം വേണോ? എന്നോട് ക്ഷമിക്കണം സ്വാമി. അങ്ങ് പറഞ്ഞ ഓരോ വാക്കും സത്യമാണ്. ഞാൻ ചെയ്ത പാപങ്ങളുടെ ഭാരം എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. എന്റെ കുടുംബത്തിന് വേണ്ടിയാണ്, അവരുടെ സുഖത്തിന് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് സ്വയം ആശ്വാസം കണ്ടെത്താൻ ഇതുവരെ ശ്രമിച്ചു. ഇന്ന് മനസ്സിലായി, എന്റെ പാപങ്ങളിൽ ഞാൻ ഒറ്റക്കേ ഉള്ളൂ. എന്നെ ഈ ഭയത്തിൽ നിന്ന് രക്ഷിക്കണേ സ്വാമി. ഈ മഹാപാപിക്ക് വേറെ ഒരു ഗതിയുമില്ല. എനിക്ക് നേർവഴി ഉപദേശിക്കണേ. എഴുന്നേൽക്കൂ രത്നാകര. പുണ്യവും പാപവും വാസനകളുടെ പിടിയിൽപ്പെട്ട് തന്റെ ശരിയായ ആത്മസ്വരൂപത്തെ തിരിച്ചറിയാതെ മനുഷ്യർ ചെയ്തു കൂട്ടുന്നതാണ്. ഈ ബന്ധനത്തിൽ നിന്നും മുക്തമാവും. പുണ്യപാപങ്ങൾക്കും ശരീരത്തിനും മനസ്സിനും അന്ധക്കരണത്തിനും അപ്പുറത്തുള്ള നിന്റെ സ്വരൂപത്തെ തിരിച്ചറിയും. അങ്ങ് പറയുന്നത് എന്റെ പാഴ്ബുദ്ധിക്ക് മനസ്സിലാവുന്നില്ലല്ലോ പ്രഭു. നാരായണ നാരായണ, രാമരാമ എന്ന് ജപിക്കൂ. എല്ലാം ശരിയാവും. മംഗളം ഭവന്തു. ഘോരപാപത്തിൽപ്പെട്ടുഴന്ന രത്നാകരൻ രാമരാമ എന്ന ദിവ്യമന്ത്രത്താൽ സംസാര ബന്ധനത്തിൽ നിന്നും മോചിതനായി വത്മീകം അഥവാ ചിതൽപുറ്റിൽ നിന്നും പുനർജനിച്ച
സന്യാസിവര്യനായ വാൽമീകിയായി മാറി. നിഷാദ അരുത് കാട്ടാള. നിഷാദപ്രതിഷ്ഠാം ത്വം അഗമശാശ്വതീ സമാ യക്രൗഞ്ചമിഥുനാദേകമവതി കാമമോഹിതം. മാപ്പാക്കണേ സ്വാമി. എഴുന്നേൽക്കൂ വേട. ഇത് ഒരു നിമിത്തമാണ്. എന്നിലും നിന്നിലും ഈ സകല ചരാചരങ്ങളിലും ആത്മസ്വരൂപനായി കുടികൊള്ളുന്ന ആ ശ്രീരാമചന്ദ്രന്റെ കഥ കാവ്യരൂപത്തിൽ ലോകത്തിന് പകർന്നു കൊടുക്കുന്നത് എങ്ങനെ എന്നുള്ള ചിന്തയിലായിരുന്നു ഞാൻ. ഈ ക്രൗഞ്ചപ്പക്ഷിയുടെ വേദന കണ്ട് ആ സർവേശ്വരനാൽ പ്രേരിതമായി എന്നിൽ നിന്നും അനുഷ്ടുപ്പ് വൃത്തത്തിൽ ഉദ്ഭവിച്ച ഈ ശ്ലോകത്തിന്റെ ഛന്ദസ്സിൽ തന്നെ ആവട്ടെ രാമായണം രചന. തവ സ്വാധ്യായനിരതം തപസ്വി വാഗ്വേദാം വരം നാരദം പരിപപ്രച്ഛ വാൽമീകി മുനിപുംഗവം കോന്വസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ ധർമ്മജ്ഞശ്ച കൃതജ്ഞശ്ച സത്യവാക്യോ ദൃഢവ്രതഃ. നമസ്കാരം. ഞങ്ങളുടെ സ്കിറ്റ് എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ മൂല്യങ്ങളും അതുപോലെ തന്നെ കഥകളും നിങ്ങളുടെ മുന്നിലേക്ക് സ്കിറ്റിൻ്റെ രൂപത്തിൽ അവതരിപ്പിക്കാനുള്ള ഞങ്ങളുടെ ശ്രമത്തിൻ്റെ 3ാമത്തെ വർഷമാണിത്. ആദ്യത്തെ വർഷം നമ്മൾ ശങ്കരാചാര്യരും അതുപോലെ തന്നെ ചണ്ടാളിൻ്റെയും സ്കിറ്റ് ചെയ്തു. 2ാമത്തെ വർഷം നമ്മൾ പൂന്താനം ഏൽപ്പത്തൂർ, ഈ വർഷം രത്നാകരൻ്റെ സ്കിറ്റ്. ഞങ്ങളാരും പ്രൊഫഷണൽസ് അല്ല, അതുകൊണ്ട് തന്നെ ഒരുപാട് കുറവുകളുണ്ടാവും, ക്ഷമിക്കുക. കാസ്റ്റിനെ ഒന്ന് പരിചയപ്പെടുത്താം. നമ്മൾ ഒന്നാമനായിട്ട് വന്നത് നമ്മുടെ പ്രസിഡൻ്റായിട്ടുള്ള ബിവിൻജി, രണ്ടാമൻ നമ്മുടെ ഡോക്ടർ ശിവ, കൊള്ളക്കാരൻ ഒന്നാമത്തെ കൊള്ളക്കാരനായിട്ട് ഹരിദാസ്, രണ്ടാമത്തെ കൊള്ളക്കാരനായിട്ട് സൂരജ്, രത്നാകരൻ നമ്മുടെ SD-യുടെ നിത്യഹരിത നായകൻ മനോജ് നമ്പ്യാർ, രത്നാവലിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സിമി, നാരദനായിട്ട് വന്നത് ഹരി, ശാണ്ഡില്യനായിട്ട് വന്നത് JP ജയപ്രകാശ്, നമ്മുടെ പല്ലക്ക് ചുമക്കുന്നവരായിട്ട് വന്നത് ആദർശ്, ജിത്തു, നമ്മുടെ വാൽമീകിയായിട്ട് വന്നത് ദീപക് ചന്ദ്രൻ, വേടനായിട്ട് വന്നത് നമ്മുടെ അനുജൻ. അപ്പോൾ ഇത്രയും പേരാണ് കാസ്റ്റിലുള്ളത്. പിന്നെ അതിൻ്റെ പിന്നണിയിൽ ഒരുപാട് പേര് പ്രവർത്തിച്ചിട്ടുണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ. ഓഡിയോ മ്യൂസിക് മിക്സിങ് ചെയ്തത് നമ്മുടെ വാൽമീകി കൂടിയായിട്ടുള്ള ദീപക് ചന്ദ്രനാണ്. അതുപോലെ തന്നെ വീഡിയോ മിക്സിങ് ചെയ്തത് നമ്മുടെ ആദർശാണ്. പ്രോപ്സ് എല്ലാം ചെയ്തത് നമ്മുടെ ആദർശ്, അതുപോലെ വേടനായിട്ടുള്ള നമ്മുടെ അനുജൻ, അതുപോലെ തന്നെ രശ്മി ഹരി. എടുത്തു പറയേണ്ടത് ഞങ്ങളെ ഈ രൂപത്തിലാക്കി ഈ കോസ്റ്റ്യൂമൊക്കെ നമ്മൾ ചെയ്തു തന്ന നമ്മുടെ SD മെമ്പർ സ്വപ്ന എവിടെ? സ്വപ്നയാണ്.
അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഇനി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ പ്രത്യേകിച്ച് നന്ദി പറയാനുള്ളത് നമ്മുടെ ലൈറ്റിംഗ് ചെയ്ത സജീവനും അതുപോലെ നമ്മുടെ സ്റ്റേജ് കോർഡിനേഷൻ ചെയ്ത ബലിനും. എല്ലാവർക്കും നന്ദി. ഇനിയും വരും വർഷങ്ങളിൽ നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു. നമസ്കാരം.